ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഞ്ചസാരയൊന്നും ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ക്യാരറ്റ് റാഗി സ്മൂത്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഒരു 10 ഈത്തപ്പഴം കുരു കളഞ്ഞ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇനി മീഡിയം സൈസിലുള്ള 4 ക്യാരറ്റ് കട്ട് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റാഗി പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 4 ടേബിൾ സ്പൂൺ റാഗി പൗഡർ കുറേശ്ശെ വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. സ്പ്രൗട്ടഡ് റാഗി പൗഡർ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. റാഗി പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുഴുവൻ റാഗി വെച്ച് ഇത് തയ്യാറാക്കാം. അതിനൊരു അരക്കപ്പ് റാഗി ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകി അതിലെ അഴുക്കെല്ലാം കളഞ്ഞ് ഒരു 2-3 മണിക്കൂർ കുതിർത്ത് മിക്സിയിൽ അരച്ച് അതിൻ്റെ പാല് മാത്രം പിഴിഞ്ഞെടുത്ത് കുറുക്കിയെടുത്താൽ മതി. നമ്മളിപ്പോൾ എടുത്തു വെച്ച 4 സ്പൂൺ റാഗിപ്പൊടിയിലേക്ക് ഏകദേശം 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ ശരീരക്ഷീണം മാറാനും അതുപോലെ തന്നെ ശരീരം തണുക്കാനും ഈ ഒരു സ്മൂത്തി അടിപൊളിയാണ്. അതുപോലെ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാം. അതുപോലെ രക്തക്കുറവ് മാറാനും നിറം വയ്ക്കാനും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ സ്മൂത്തിയാണിത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റും ഈത്തപ്പഴവും റാഗിയും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് വേവിച്ച വെള്ളവും പാലും കുറേശ്ശെ ചേർത്താണ് ഇത് അരച്ചെടുക്കേണ്ടത്. പാലിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി. ക്യാരറ്റ് വേവിച്ച വെള്ളം ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ഞാനിതിപ്പോൾ നോമ്പ് തുറക്കി കുടിക്കാനായിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനാൽ അധികം കട്ടിക്കെടുക്കുന്നില്ല, ലൂസാക്കിയാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാല് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനായി നമ്മൾ പഞ്ചസാര ഇതിനകത്ത് ഒട്ടും തന്നെ ചേർക്കുന്നില്ല, പകരം ഈത്തപ്പഴമാണ് ഉപയോഗിച്ചേക്കുന്നത്. വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർ ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് കഴിക്കുമ്പോൾ ഇത് ഇത്രയും ലൂസാക്കേണ്ടതില്ല. നല്ല കട്ടിക്ക് തന്നെ അരച്ച് ഇതിലേക്ക് കുതിർത്ത ചിയാ സീഡും നട്ട്സും ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എസൻസുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കുട്ടികളെ കൊണ്ടൊക്കെ ഇത് കുടിപ്പിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഫ്ലേവറൊക്കെ ചേർത്ത് കൊടുത്തത്. അല്ലാതെ നമുക്ക് കുടിക്കുന്നതിന് ഇതിൻ്റെയൊന്നും ആവശ്യം തന്നെ ഇല്ല. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.